അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു എന്നൊരു വലിയ വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണമായി വന്നതാണ്. തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു. ഫൈസൽ ഹംസയുടെ ഫൈസൽ, ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഇസ്രയേൽ എവിടേക്കാണ് തിരിച്ചടി? സ്മൃതി, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ IDFന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അതിനെ കൃത്യമായി ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിറ്റിംഗ്, ഏതെങ്കിലും തരത്തിൽ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇന്റർസെപ്റ്റിംഗ് സ്ട്രൈക്ക് ത്രെഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊന്നും ഇതുവരെ ഇറാൻ കൃത്യമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആക്രമണം തുടങ്ങി എന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ ഇറാൻ നടത്തിയിട്ടില്ല. പക്ഷേ ആദ്യമായി IDF നടത്തുന്നത്, ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് 2 മിനിറ്റ് മുൻപ് വന്നിരിക്കുന്ന വാർത്തയാണ്. ഇറാൻ ലോഞ്ചസ് മിസൈൽസ് ടുവേർഡ്സ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ഇവിടേക്ക് എന്നുള്ള കൂടി കാര്യം അറിയേണ്ടതുണ്ട്. വ്യോമപാത 2 രാജ്യങ്ങളും അടച്ചിരിക്കുന്നു. പക്ഷേ ആക്രമണം തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ അത് തുടങ്ങിയിരിക്കുന്നു അല്ലേ ഫൈസൽ? സ്മൃതി, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 35 മുതൽ 40 വരെ മിസൈലുകൾ ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമായി തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഇതുപോലെ തന്നെ വലിയ തരത്തിൽ 1-2 മിസൈലുകൾ അയക്കുക എന്നുള്ളതല്ല ഇറാന്റെ രീതി. തുടർച്ചയായി ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർക്കുന്നതിനായി, അതിന്റെ ലക്ഷ്യം തെറ്റിക്കുന്നതിനായി തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിടുക എന്നുള്ളതാണ് ഇറാന്റെ ആക്രമണ രീതി. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായി തൊടുത്തുവിട്ടിട്ടാണ് കഴിഞ്ഞ തവണ അയൺ ഡോമിനെ പൊട്ടിക്കാൻ അവർക്ക് സാധിച്ചത്. ആ ശ്രമം തന്നെയാണ്. അതായത് ഇപ്പോൾ 35 മുതൽ 70 മിസൈലുകൾ വരെ തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് ഇറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് ഇസ്രായേൽ പ്രതിരോധിക്കുന്നത്? ആദ്യഘട്ടം നമുക്കറിയാം, കൃത്യമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള എയർ ഡിഫൻസ് സിസ്റ്റമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇസ്രായേലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, തുടർച്ചയായി ഈ രീതിയിലുള്ള ആക്രമണം വരുമ്പോൾ എങ്ങനെയാണ് അയൺ ഡോമിന് അത് തടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയകരമാണ്. കഴിഞ്ഞ തവണ അത് പൊളിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. അതേ യുദ്ധതന്ത്രം തന്നെ ഇസ്രായേൽ ഇത്തവണയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൽ ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാനുള്ള നിർദ്ദേശവും സൈന്യത്തിന്റെ ഭാഗത്ത് വരികയാണ് ഫൈസൽ. തീർച്ചയായും സ്മൃതി, വലിയ രീതിയിലുള്ള അലാം സൗണ്ടുകൾ, സൈറൺ സൗണ്ടുകൾ ഇപ്പോൾ ഇസ്രായേലിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഉടനീളം മുഴങ്ങുന്നു എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോടെല്ലാം ബങ്കറുകളിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഒരിക്കൽ കൂടി IDF ആ നിർദ്ദേശം നൽകുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ്. 70 മിസൈലുകൾക്കടുത്താണ് ഇപ്പോൾ ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം 5 നഗരങ്ങളിലായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. ആ 5 ഇസ്ഫഹാൻ അടക്കം ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം അതിസങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അത് ചെറിയ ഒരു 4 ദിവസത്തെ ആക്രമണമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അങ്ങനെയല്ല, വലിയ ദിവസങ്ങൾ നീളുന്ന ഒരു ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ആ തരത്തിൽ തന്നെ ആയിരിക്കുമോ ഈ യുദ്ധം ചെന്നെത്തുക എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപ് എന്ന് പറഞ്ഞതിൽ വലിയൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. കാരണം ആണവ പ്രശ്നം മാത്രമല്ല, ആണവ സമ്പുഷ്ടീകരണം മാത്രമല്ല അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത്, ഇറാനിലെ ഭരണമാറ്റമാണ്. അത് നേരത്തെ തന്നെ ട്രംപ് ഈ ഒരു സൈനിക നീക്കം തുടങ്ങുമ്പോൾ തന്നെ ആ വിഷയത്തിലായിരുന്നു ട്രംപ് ഊന്നിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പെട്ടെന്നാണ് അതാണ് വിഷയവുമായി കൂട്ടിക്കലർത്തുന്നത് എന്നുള്ളതാണ്. ഇറാനിലെ റെജീം ചേഞ്ച് ആണ് അമേരിക്കയുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ അത് വളരെ പെട്ടെന്ന് തീരുന്ന ഒരു ആക്രമണമല്ല, മാത്രമല്ല ഏതെങ്കിലും ഒരു കരാറിലെത്തിയാൽ തീരുന്ന വിഷയവുമല്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണക്രമത്തെ മാറ്റിമറിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ മാറ്റുന്നത് പോലുമല്ല. വെനസ്വേലയിൽ സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ മാറ്റുന്നത് കൊണ്ട് പോലും തീരുന്ന പ്രശ്നമല്ല. ഇതൊരു ഭരണക്രമ
ക്രമത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ നീളും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. വലിയ യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളത് ട്രംപ് വ്യക്തമാക്കുന്നു. മാത്രമല്ല അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളുണ്ട്. 14 യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലും ഇറാന് ചുറ്റുമായി ഇപ്പോൾ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. F-35 അടക്കമുള്ള F-22 അടക്കമുള്ള F-16 അടക്കമുള്ള വലിയ യുദ്ധവിമാനങ്ങളുടെ വലിയ ശേഖരം അമേരിക്കയുടെ മേഖലയിലെ താവളങ്ങളിൽ മുഴുവനുമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സമീപകാലങ്ങളിൽ 50 നേരത്തെ ഉണ്ടായിരുന്നതിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഫൈസൽ, ഇപ്പോൾ വടക്കൻ ഇസ്രയേലിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യാക്രമണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന്. നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ 70 മിസൈലുകൾ തുടരെ വർഷിച്ചിരിക്കുന്നു ഇസ്രയേലിന് നേർക്ക്. അപ്പോൾ തിരിച്ചടി ഉണ്ടാകും, വലിയ തിരിച്ചടിക്ക് കാത്തിരിക്കൂ എന്ന് അല്പം മുമ്പ് ഇറാന്റെ പ്രതികരണം വന്നാണ്. ഇപ്പോൾ തന്ത്രപ്രധാന മേഖലകളിൽ ജാഗ്രത എന്ന വിവരവും ജനങ്ങളോട് ജാഗ്രതയോടെ നിൽക്കാൻ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് ഇപ്പോൾ IDF അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇസ്രയേലിന് തിരിച്ചടി. 2ാം തവണയും ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണം നടന്ന ശേഷമാണ് ഇറാന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇരുഭാഗത്തെയും ആൾനാശത്തെക്കുറിച്ച് വ്യക്തതയില്ല.